കോഴിക്കോട് കക്കൂരിൽ നിന്ന് ഇന്ന് പുറത്തുവരുന്നത് സുന്നത്ത് കർമ്മത്തിനിടെ 2 മാസം പ്രായമായ കുഞ്ഞ് മരിച്ചു എന്ന വാർത്തയാണ്. കക്കൂരിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കക്കൂർ കോപ്പറേറ്റീവ് ക്ലിനിക്കിൽ നടന്ന സുന്നത്ത് കർമ്മത്തിനിടെയാണ് കുട്ടി മരിച്ചതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഗോകുൽ, ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത തന്നെയായിരുന്നല്ലോ കോഴിക്കോട് കക്കൂരിൽ നിന്ന് പുറത്തു വന്നത്. സുന്നത്ത് കർമ്മത്തിനിടെ 2 മാസം പ്രായമായ കുഞ്ഞ് മരിച്ചു എന്നുള്ള വാർത്ത, അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാനുള്ളത്? ആരോഹണി, കഴിഞ്ഞ ദിവസമാണ് ദാരുണമായ വേദനിപ്പിക്കുന്ന ഒരു സംഭവം കോഴിക്കോട് കാക്കൂരിൽ നടന്നത്. കാക്കൂർ സ്വദേശികളായിട്ടുള്ള ദമ്പതികളുടെ 2 മാസം മാത്രം പ്രായമായ കുട്ടിക്ക് സുന്നത്ത് കർമ്മം നിർവഹിക്കാൻ വേണ്ടി കോഴിക്കോട് കാക്കൂരിലുള്ള കോൺഗ്രസിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു ക്ലിനിക്കിലേക്ക് അവരുടെ മാതാപിതാക്കൾ എത്തിക്കുകയായിരുന്നു. ഈ സുന്നത്ത് കർമ്മം നിർവഹിക്കുന്നതിന്റെ ഭാഗമായി അനസ്തേഷ്യ നൽകുന്നതിനിടെയാണ് കുട്ടി മരണപ്പെട്ടത് എന്നാണ് പ്രാഥമികമായി മനസ്സിലാവുന്നത്. നാളെയായിരിക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരിക. അനസ്തേഷ്യ നൽകുന്നതിനിടയിൽ കുട്ടിക്ക് ശ്വാസതടസ്സം ഉണ്ടാകുന്നു, അസ്വസ്ഥത അനുഭവപ്പെടുന്നു. തുടർന്ന് അവിടെ നിന്ന് കുട്ടിയെ കോഴിക്കോട് തന്നെയുള്ള മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയാണ്. കൊണ്ടുവരുന്നതിനിടയിൽ തന്നെ കുട്ടി മരിച്ചു എന്നാണ് കോഴിക്കോടുള്ള സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. 2 മാസം മാത്രമേ പ്രായമുള്ളൂ എന്നുള്ളതാണ് ഇതിലെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന്റെ പ്രതികരണങ്ങൾ നമ്മൾ തേടിയിരുന്നു. നാളെ ആയിരിക്കും ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ പുറത്തു വരിക. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് നടപടിയിലേക്ക് കുടുംബം കടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുടുംബം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. അതേസമയം തന്നെ ഈ ആരോപണ വിധേയരായിട്ടുള്ള കോൺഗ്രസിന്റെ നിയന്ത്രണത്തിലുള്ള ആ സ്വകാര്യ ക്ലിനിക്കും മാനേജ്മെന്റും പ്രതികരണം നടത്തിയിട്ടുണ്ട്. അവരും ഈ രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കുട്ടിയെ കൊണ്ടുവന്നത് സുന്നത്ത് കർമ്മം ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ്. അനസ്തേഷ്യ നൽകുന്നതിനിടയിൽ കുട്ടിക്ക് ശ്വാസതടസ്സമുണ്ടായി. പിന്നീട് കുട്ടിയെ മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്നൊരു വിശദീകരണമാണ് ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഈ ആശുപത്രി അധികൃതർക്ക് എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ വരുന്ന ദിവസങ്ങളിലെ അന്വേഷണത്തിൽ മാത്രമേ ബോധ്യമാവുകയുള്ളൂ. കാക്കൂർ പോലീസ് ഇപ്പോൾ ഈ വിഷയത്തിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. മറ്റു നടപടികളിലേക്ക് കുടുംബം കടക്കുന്നത് നാളെ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. രോഹിണി.